മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 62-ാം സങ്കീർത്തനം 5-ാം തിരുവാക്യം: ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും താൻ അനുഭവിച്ചറിഞ്ഞ ദൈവ സാന്നിധ്യം നമ്മോട് പങ്കുവെക്കുകയാണ്. ദൈവമായ കർത്താവിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. ഇത് വലിയൊരു തിരിച്ചറിവാണ്. നമ്മൾ ആശ്വാസം കണ്ടെത്തേണ്ടത് ഈ ലോകത്തിലോ ലോകവസ്തുക്കളിലോ മറ്റു മനുഷ്യരിലൊന്നുമല്ല, ദൈവമായ കർത്താവിലാണ്. ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ദൈവവചനത്തിന് അത്ഭുത ശക്തിയാൽ അനേകം രോഗസൗഖ്യങ്ങൾ, വലിയ ഡെലിവറൻസുകള് നമ്മുടെ മധ്യ കർത്താവ് പകരുന്ന സമയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. കർത്താവേ, കർത്താവേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവവചന ശക്തിയാൽ, ദൈവവചന ശക്തിയാൽ അത്ഭുത രോഗശാന്തികൾ, അത്ഭുത രോഗശാന്തികൾ, അത്ഭുത വിമോചനങ്ങൾ, അത്ഭുത വിമോചനങ്ങൾ, അത്ഭുതകരമായ കൃപാവരങ്ങൾ, അത്ഭുതകരമായ കൃപാവരങ്ങൾ ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ, ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം തുറക്കപ്പെടുന്ന സമയം 10,000ങ്ങളിലേക്ക് അത്ഭുതത്തിന്റെ, കൃപയുടെ, അനുഗ്രഹത്തിന്റെ, വചനത്തിന്റെ ആത്മാവായി പരിശുദ്ധാത്മാവ് നിറഞ്ഞൊഴുകുകയാണ്. പ്രിയ സഹോദര സഹോദരി, യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം സകല ഭാരങ്ങളെ വിട്ടുകളഞ്ഞ് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ചേർന്ന് പാടുന്നു. കർത്താവേ, ആത്മാവിന്റെ ആനന്ദം നൽകണമേ. കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് വരണമേ. രക്ഷയുടെ ആനന്ദം, രക്ഷയുടെ ആനന്ദം ഞങ്ങൾക്ക് നൽകണമേ. നമ്മൾ ഒരുമിച്ച് പാടുന്നു. ഹല്ലേലൂയ, പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പകരുക പരിശുദ്ധാത്മാവിനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നൽകുന്ന ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. കർത്താവേ, വചനത്തിന്റെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ് വചനമയച്ച് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. യേശുനാഥനെ ആരാധിക്കുമ്പോൾ അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. കർത്താവേ, അത്ഭുത ഡെലിവറൻസുകൾ വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി അടിച്ചു പാടുന്നു. ഹല്ലേലൂയ, പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പകരുക പരിശുദ്ധാത്മാവിനെ പകരുക. കർത്താവേ, ഹല്ലേലൂയ, പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
വരിക വരിക പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ പെരുവെള്ളത്തിന്റെ ഇരമ്പലോടെ ജീവിക്കുന്ന കർത്താവിന്റെ തിരുനാമം വിളിച്ച് ഒരു കുടുംബമായി നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. പാപ രോഗ ശാപബന്ധനത്തിന്റെ സകല കെട്ടുകളെയും പൊട്ടിക്കണമേ. വരിക വരിക പരിശുദ്ധാത്മാവേ, കൃപയുടെ ആത്മാവായി, വചനത്തിന്റെ ആത്മാവായി, ശക്തിയുടെ ആത്മാവായി, വിശുദ്ധീകരണത്തിന്റെ ആത്മാവായി പതിനായിരങ്ങളിൽ കത്തി പടരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കുടുംബങ്ങളിലുള്ള പൈശാചിക സ്വാധീനങ്ങൾ നിർവീര്യമാകട്ടെ. ഓരോ കുടുംബവും കർത്താവിന്റെ വചനത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ വരണമേ, വരണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. തകർന്ന ജീവിതങ്ങളെ, നിരാശയിൽ കഴിയുന്ന വ്യക്തികളെ പരിശുദ്ധാത്മാവേ വചനമയച്ച് സൗഖ്യമാക്കണമേ. കർത്താവേ, ദൈവവചനത്തിന്റെ അത്ഭുത ശക്തിയാൽ ഞങ്ങളെ പൂരിതരാക്കണമേ. കർത്താവിന്റെ വചനമേ ഞങ്ങൾക്കായി സംസാരിക്കണമേ. കർത്താവിന്റെ വചനമേ ഞങ്ങൾക്കായി സംസാരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, ഞങ്ങളെല്ലാവരും ദൈവവചനത്തിന്റെ ശക്തിയാൽ നിറയപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. സാധിക്കുന്ന എല്ലാവരും അല്പസമയം ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് സ്വസ്ഥമായി ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വചനം നമ്മെ സുഖപ്പെടുത്തും. വചനം നമ്മെ സുഖപ്പെടുത്തും. ഇന്ന് അനേകം ആയിരങ്ങള് വിവിധങ്ങളായ രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നുണ്ട്. വിട്ടുമാറാത്ത രോഗങ്ങളെ പ്രതി വേദനിക്കുന്ന ആയിരങ്ങള് നമ്മുടെ മധ്യയുണ്ട്. പലര് പ്രകാരം ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മാത്രം ഈ രോഗങ്ങൾ വന്നത്? ഞങ്ങളുടെ ജീവിതം വലിയ കഷ്ടതയിലാണ്, ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് സൗഖ്യം കിട്ടുന്നില്ല. പ്രിയ സഹോദര സഹോദരി, നീ അനുഭവിക്കുന്ന രോഗം എന്തുമാവട്ടെ, കർത്താവ് സുഖപ്പെടുത്തുന്ന ദൈവമാണ്. 107-ാം സങ്കീർത്തനം 20-ാമത്തെ തിരുവചനം, അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഈ വചനത്തിന് ഭയങ്കരമായ പവറാണ്. കർത്താവ് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിമോചനം നൽകി. ദൈവത്തിൻ്റെ വചനം സൗഖ്യദായകമാണ്. കർത്താവിൻ്റെ വചനത്തിന് നമ്മെ സുഖപ്പെടുത്തുവാനുള്ള അത്ഭുത ശക്തിയുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾ എന്തുമാവട്ടെ, ആ രോഗങ്ങളെ ഓർത്ത് ആരും അസ്വസ്ഥരാകേണ്ട, ആ രോഗങ്ങളെ ഓർത്ത് ആരും നിരാശിതരാകേണ്ട. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ വിശ്വസിക്കുവാനും വചനത്തിൽ ഉറപ്പിൽ ആഴപ്പെടുവാനും നമുക്ക് സാധിക്കണം. കർത്താവ് വചനമയച്ച് അവരെ സൗഖ്യമാക്കി. ദൈവവചനത്തിൽ നമുക്ക് വേണ്ട സൗഖ്യമുണ്ട്. സുഭാഷിത പുസ്തകം 4-ാം അധ്യായം 22-ാമത്തെ വാക്യം എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചൊരു വചനമാണത്. പലപ്പോഴും ഞാൻ ആ വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവവചനത്തെ ഉൾക്കൊള്ളുന്നവനെ അവ ജീവനും അവന്റെ ശരീരത്തിന് ഔഷധവുമാണ്. ആരെല്ലാം കർത്താവിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നുവോ, ദൈവവചനത്തിൽ ആരെല്ലാം ഹൃദയമുറപ്പിക്കുന്നുവോ, അവർക്കെല്ലാം
ദൈവത്തിൻ്റെ വചനം ജീവനും അതവരുടെ ശരീരത്തിന് ഔഷധവുമാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ദൈവത്തിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ വചനത്തിൽ ഏത് രോഗത്തിനുമുള്ള സൗഖ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 നമുക്ക് വരാം. നമുക്ക് ഏവർക്കും സുപരിചിതമായൊരു തിരുവാക്യമാണത്. കർത്താവേ, മരുന്ന് ലേപന ഔഷധമോ അല്ല, എല്ലാവരും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യമാക്കിയത്. നൂറുകണക്കിന് അനുഭവങ്ങൾ ഇതിനുള്ള ബന്ധം നമുക്കൊക്കെ പങ്കുവെക്കാനുണ്ട്. ധ്യാനങ്ങളിലും ബൈബിൾ കൺവെൻഷനുകളിലൊക്കെ നമ്മൾ അനേക പ്രാവശ്യം അനുഭവിച്ച സത്യമാണിത്. മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ച് കളഞ്ഞ, സയൻസ് തോറ്റുപോയ, ഒരിക്കലും ഈ രോഗം സുഖപ്പെടുകയില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയ എത്രയോ വ്യക്തികളെ കർത്താവിൻ്റെ വചനം സ്പർശിച്ച് അവരെ സൗഖ്യമാക്കി. ഇന്നവർ ആരോഗ്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നു. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. ഷെക്കേന മിനിസ്ട്രീസിൽ എന്നോടൊപ്പം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളിയായ റോയി ചേട്ടൻ, അദ്ദേഹത്തിന് ഒരുപാട് ദൈവരാജ്യ ദർശനമുള്ളൊരു വ്യക്തിയാണ്. ഒരു ദിവസം ഞങ്ങളൊരു കൺവെൻഷനായി ഒരു സ്ഥലത്ത് കടന്നു ചെന്നു. ആദ്യ ദിവസം പിന്നിട്ട് കഴിഞ്ഞ് 2ാം ദിനമായപ്പോൾ റോയി ചേട്ടന് വല്ലാത്ത ക്ഷീണം വരുന്നു, മടുപ്പ് തോന്നുന്നു, ശരീരമാകെ തളർന്നു പോകുന്നത് പോലെ. 2 ദിനങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വല്ലാതെ ക്ഷീണിച്ച് അവശനായി. ഞാൻ റോയി ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, റോയി ചേട്ടാ, നമുക്ക് ഒരു ഡോക്ടറെ കാണാം, അദ്ദേഹം എന്താ പറയണത് നമുക്ക് നോക്കാം. അങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് കടന്നു ചെന്നു. ആദ്യ പരിശോധനയിൽ ഒന്നും താൻ അനുഭവപ്പെട്ടില്ല. രക്തം പല വിധത്തിലും പരിശോധിച്ചു, പക്ഷെ രോഗം നിർണയിക്കാൻ കഴിഞ്ഞില്ല. ഓരോ ദിവസം പിന്നിടുമ്പോഴും റോയി ചേട്ടൻ്റെ ആരോഗ്യനില വളരെ വഷളായിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വിധം അദ്ദേഹം ക്ഷീണിതനായി. അങ്ങനെ കുറച്ചും കൂടി നല്ലൊരു ഹോസ്പിറ്റലിലോട്ട് ചെന്ന് അവിടെ രക്തം പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. അത് വളരെ ആക്റ്റീവായിരിക്കുകയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു വല്ലാത്തൊരു സ്ഥിതിയാണ്, അപകട സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ദുഃഖമായി. എങ്കിലും ഈ വചനം ഞങ്ങളെ പ്രത്യാശയുള്ളവരാക്കി. കർത്താവേ, മരുന്ന് ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന ഞങ്ങളുടെ വചനമാണ് അവരെ സൗഖ്യമാക്കിയത്. ഇത് പ്രസംഗിക്കാനുള്ളൊരു വിഷയമല്ല പ്രിയപ്പെട്ടവരെ. കർത്താവിന് ഇന്നും ഇതുപോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും. തൻ്റെ വചനത്തിലൂടെ, തൻ്റെ വചനമയച്ച് നമ്മെ സുഖപ്പെടുത്തുവാനും നമ്മെ വിശുദ്ധീകരിക്കുവാനും നമ്മെ അനുഗ്രഹിക്കുവാനും കർത്താവ് മതിയായവനാണ്. ഞാൻ റോയിച്ചേട്ടനോട് പറഞ്ഞു, റോയിച്ചേട്ട വിഷമിക്കരുത്, എത്രയും പെട്ടെന്ന് ഒരു ധ്യാനം കൂടാം. ഈ സമയത്താണ് ഷെക്കേന മിനിസ്ട്രീസിൻ്റെ ഒരു ധ്യാനം കോട്ടയം പാമ്പാടി ധ്യാന കേന്ദ്രം നടക്കുകയാണ്. അദ്ദേഹം വളരെ പ്രാർത്ഥനയോടെ ആ ധ്യാനത്തിൽ പങ്കെടുത്തു. വിശ്വാസത്തോടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം അദ്ദേഹം സ്വീകരിച്ചു. ഓരോ വചനവും പ്രഘോഷിക്കപ്പെടുമ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ തൻ്റെ ജീവിതത്തിലേക്ക് ആ വചനത്തെ ഏറ്റെടുക്കുകയാണ്. ആ വചനത്തോടെ ലഭിക്കുന്ന സൗഖ്യം, വചനത്തോടെ ലഭിക്കുന്ന വിമോചനം അദ്ദേഹം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ധ്യാനം കഴിഞ്ഞു. ഞങ്ങൾ ടീം മുഴുവൻ ഒരുമിച്ച് റോയി ചേട്ടൻ്റെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ കരുണ കാണിക്കണമേ, കർത്താവേ കരുണ കാണിക്കണമേ. ഈ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം വിശ്വാസത്തോടെ കർത്താവിൻ്റെ സുഖപ്പെടുത്തുന്ന വചനം ക്ലെയിം ചെയ്ത് അദ്ദേഹം ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവവചനത്തിന് ഒരിക്കലും പരാജയമില്ല പ്രിയപ്പെട്ടവർ. കാരണം വചനം യേശു തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാകുന്നു. കർത്താവിൻ്റെ വചനത്തിന് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന്, നമ്മുടെ ആത്മാവിന് ജീവൻ നൽകുവാനുള്ള ശക്തിയുണ്ടെന്ന് പ്രിയ ദൈവമക്കളെ നമ്മളെല്ലാം തിരിച്ചറിയണം.
എൻ്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. റോയിച്ചേട്ടൻ വലിയ വിശ്വാസത്തോടെ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഓരോ വചനവും ക്ലെയിം ചെയ്ത് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെ 5 ദിവസങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം ധ്യാന കേന്ദ്രം വിട്ടു വരുന്ന സമയത്ത് തന്നെ ഒരു ലാബിൽ ഇറങ്ങിയിട്ട് അദ്ദേഹം ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അതിൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഒരു അണുക്കളും കാണുന്നില്ല. അദ്ദേഹം 2 ദിവസം കഴിഞ്ഞ് തന്നെ ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്ത് ചെന്നു. ഈ റിപ്പോർട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, സംഗതിയൊക്കെ ശരിയാണ്, പക്ഷേ ഈ റിപ്പോർട്ട് ശരിയല്ല. കാരണം അത്രയും ആക്റ്റീവായിട്ടാണ് ഇതിന് അണുക്കൾ നിന്നിരുന്നത്. അങ്ങനെ മുംബൈയിലുള്ള ഒരു ലാബിലേക്ക് ടെസ്റ്റിനായിട്ട് വിടുകയാണ്. ഒരാഴ്ചയ്ക്ക് ശേഷം ടെസ്റ്റ് റിപ്പോർട്ട് വന്നു. കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ. ആ ടെസ്റ്റ് റിപ്പോർട്ട് വായിച്ചപ്പോൾ ഡോക്ടർ പോലും അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞു, ഹെപ്പറ്റൈറ്റിസ് ബി എന്ന ആ രോഗമുള്ള വ്യക്തിയുടെ ബ്ലഡ് അല്ല ഇത്. ഒരിക്കൽ പോലും ആ രോഗമില്ലാത്ത വിധത്തിൽ, ആ രക്തത്തിൽ അതിൻ്റെ ഒരു അണുപോലും ഇല്ലാത്ത വിധത്തിൽ അതെല്ലാം നിർവീര്യമായി പോയിരിക്കുന്നു. വളരെ പ്യൂറായിട്ടുള്ളൊരു ബ്ലഡാണ്. റോഹിത് ചേട്ടനോട് ഡോക്ടർ പറഞ്ഞു, താങ്കൾക്ക് ഇനി ഈ രോഗത്തിൻ്റെ യാതൊരു ലക്ഷണവുമില്ല, ധൈര്യമായി സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ രോഗത്തിൻ്റെ സ്വഭാവം പലർക്കും അറിയാം. അത് വന്ന് പെട്ടുകഴിഞ്ഞാൽ പിന്നെ വിട്ടുപോകാൻ അത്ര എളുപ്പമല്ല. എന്നാൽ കർത്താവ് തൻ്റെ വചനമയച്ച് തൻ്റെ ദാസനെ സുഖപ്പെടുത്തുകയാണ്. ഇതാണ് തിരുവെഴുത്ത് പറയുന്നത്. അവിടുന്ന് വചനമയച്ച് അവരെ സൗഖ്യമാക്കി. നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കർത്താവിൻ്റെ വചനത്തിന് എന്നെ സുഖപ്പെടുത്താൻ കഴിയും? അത് ക്യാൻസർ ആകട്ടെ, ബ്രെയിൻ ട്യൂമർ ആകട്ടെ, ലിവർ സിറോസിസ് ആകട്ടെ, മറ്റ് പകർച്ചവ്യാധികളാകട്ടെ, പാരമ്പര്യ രോഗങ്ങളാകട്ടെ, ഹൃദ്രോഗമാകട്ടെ, അത് ശ്വാസകോശ സംബന്ധമായ രോഗമാവട്ടെ, അലർജി രോഗങ്ങളാകട്ടെ, ഏത് രോഗവുമാകട്ടെ, അതിനെ സുഖപ്പെടുത്താൻ എൻ്റെ കർത്താവിൻ്റെ വചനത്തിന് കഴിയുമെന്ന് നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എങ്കിൽ സ്വരമുയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കുറച്ച് നാളുകൾക്ക് മുൻപ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു സത്യം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. കൺവെൻഷൻ സമയങ്ങളിലെല്ലാം വചനം ശക്തിയോടെ പ്രഘോഷിക്കുന്ന സമയങ്ങളിൽ എനിക്ക് പലപ്പോഴും ശ്വാസം കിട്ടാത്തൊരവസ്ഥ, ശ്വാസം ഇങ്ങനെ സ്റ്റക്കായി പോകുന്നൊരവസ്ഥ. എൻ്റെ ഹൃദയത്തിൽ പിശാച് പറയാൻ തുടങ്ങി, നിന്റെ ശുശ്രൂഷ ജീവിതം അവസാനിച്ചു, നിന്റെ സുവിശേഷ പ്രഘോഷണം തീരാൻ പോവുക, നിന്റെ ആരോഗ്യം ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്, നിനക്ക് ഏതോ വലിയൊരു മാരക രോഗം പിടിപെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ പ്രസംഗിക്കാൻ കഴിയാത്തത്. ശക്തിയോടെ വചനം പറയുമ്പോൾ പെട്ടെന്ന് കിതപ്പ് വരുന്നു, ക്ഷീണിക്കുന്നു, ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരുന്നു. ഞാൻ വല്ലാതെ കുഴഞ്ഞു പോയി. പക്ഷെ കർത്താവിൻ്റെ വചനത്തിൽ പൂർണ്ണമായും ഹൃദയമുറപ്പിച്ചു. എനിക്കൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, ദൈവവചനം അത് സൗഖ്യദായകമാണ്. കർത്താവിന് അസാധ്യമായി ഒന്നും തന്നെയില്ല. തൻ്റെ വചനത്തിലൂടെ നമ്മെ സുഖപ്പെടുത്തുവാനും നമ്മെ അനുഗ്രഹിക്കുവാനും നമ്മെ വിമോചിപ്പിക്കുവാനും യേശു ക്രിസ്തുവിന് കഴിയും. ഞാൻ പറഞ്ഞ, കർത്താവേ നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. വിശ്വാസത്തോടെ നമുക്കറിയാം, ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ 100 കണക്കിന് ഹീലിംഗ് പ്രോമിസുകളുണ്ട്. തൻ്റെ ജനത്തെ സുഖപ്പെടുത്തുവാൻ ദൈവം നമുക്കായി നൽകിയിരിക്കുന്ന അത്ഭുതകരമായ സൗഖ്യത്തിൻ്റെ അനേകം വചനങ്ങൾ കർത്താവിൻ്റെ തിരുവെഴുത്തിലുണ്ട്. ഈ വചനങ്ങൾ ഓരോന്നും വിശ്വാസത്തോടെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് സൗഖ്യത്തിൻ്റെ ആത്മാവായി, ശക്തിയുടെ ആത്മാവായി എൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു പുത്തൻ അനുഭവം എനിക്കുണ്ടായി. എൻ്റെ ശരീരത്തിനും മജ്ജയിലേക്കും മാംസത്തിലേക്കും കർത്താവിൻ്റെ വചനത്തിൻ്റെ ജീവദായകമായ ശക്തി ഇറങ്ങി വന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, ആ കിതപ്പിൽ നിന്നും, അനാവശ്യമായ ക്ഷീണത്തിൽ നിന്നും, ശ്വാസം കിട്ടാത്ത ആ ബന്ധന കെട്ടുകളിൽ നിന്നെല്ലാം അത്ഭുതകരമായി കർത്താവിൻ്റെ വചനം എന്നെ വിടുവിച്ചു. ഒരു 3-4 മാസം ഇത്തരത്തിൽ വല്ലാതെ ഞാൻ ബുദ്ധിമുട്ടി. പക്ഷേ കർത്താവ് വചനമയച്ച് എന്നെ സുഖപ്പെടുത്തുക മാത്രമല്ല, ഒരു പുത്തൻ അഭിഷേകത്താൽ കൂടുതലായി നിറയ്ക്കുകയും ചെയ്തു. ഞാൻ ആത്മാവിൽ പറയട്ടെ, എൻ്റെ സഹോദര, നീ വിവിധങ്ങളായ രോഗങ്ങൾ മൂലം തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണോ? എൻ്റെ സഹോദരി,
വിട്ടുമാറാത്ത ചില രോഗങ്ങൾ നിന്നെ അലട്ടുന്നുണ്ടോ? കർത്താവിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുക, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക. റോമാക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 16-ാം തിരുവചനം. ക്രിസ്തുവിൻ്റെ സുവിശേഷം ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ ദൈവശക്തിയാണ് രോഗികളെ സൗഖ്യമാക്കുന്നത്. ഈ ദൈവശക്തിയാണ് അത്ഭുത രോഗശാന്തികൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. എവിടെയെല്ലാം വചനം പ്രഘോഷിക്കപ്പെടുന്നുവോ, ആരെല്ലാം ദൈവവചനത്തെ വിശ്വാസത്തോടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നുവോ, അവരിലെല്ലാം വചനം അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന വിവിധങ്ങളായ രോഗങ്ങളെ ഓർത്ത് അസ്വസ്ഥപ്പെട്ട് വേദനിച്ച് നിരാശപ്പെട്ട് കഴിയാതെ ദൈവത്തിൻ്റെ വചനം തരുന്ന ഉറപ്പിൽ, ദൈവത്തിന് വചനം തരുന്ന വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായിട്ട് ഹൃദയം ഉറപ്പിക്കുക. സാധിക്കുന്നവരെ ഈ സമയം ഞാൻ ചില വചനങ്ങൾ ഇവിടെ പറയാൻ പോവാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ബുക്കോ പേനോ വേഗത്തിലെടുത്ത് നിങ്ങൾ ഈ വചനങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്യുക. നമ്മുടെ രോഗങ്ങൾ എന്തുമാവട്ടെ, പ്രത്യാശയോടെ നിങ്ങൾ ഈ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. ഈ വചനങ്ങൾ നമ്മളിൽ ജീവനായി മാറാൻ തുടങ്ങും, അനുഗ്രഹമായി മാറാൻ തുടങ്ങും. നിയമാവർത്തനം 33:25 ഞാൻ കൂടെ ആവർത്തിച്ച് ക്ലെയിം ചെയ്യുന്നൊരു വചനമാണ്. സങ്കീർത്തനങ്ങൾ 103:3, സങ്കീർത്തനങ്ങൾ 34:19, പുറപ്പാട് 15:26, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10:38, പത്രോസിൽ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5, യെശയ്യാ പ്രവചനം 58-ാം അധ്യായം 11-ാമത്തെ വാക്യം, ജോഷുവ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 10-11 തിരുവാക്യങ്ങൾ, സങ്കീർത്തനങ്ങൾ 41:3, ജെറമിയ 30:17, സുഭാഷിതങ്ങൾ 17:22. ഈ വചനങ്ങളെല്ലാം വിശ്വാസത്തോടെ എല്ലാ ദിവസവും ക്ലെയിം ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വചനത്തിന്റെ പവർ, ഈ വചനത്തിലൂടെ കിട്ടുന്ന സൗഖ്യം, വിടുതൽ, ഇതെല്ലാം സ്വന്തമാക്കി പ്രാർത്ഥിക്കുക. നിശ്ചയമായും കർത്താവിൻ്റെ അത്ഭുത ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയുക തന്നെ ചെയ്യും. ആയിരിക്കുന്നിടത്തൊരു നിമിഷം എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക. എല്ലാവരും മുട്ടുകുത്തി നിന്ന് ഇരുകരങ്ങളും പരസ്പരം ഒന്ന് കോർത്ത് പിടിച്ച്, എല്ലാവരും കൈകളൊന്ന് കോർത്ത് പിടിച്ച്, കർത്താവ് വചനമയച്ച് നമ്മളെ സുഖപ്പെടുത്താൻ പോവുകയാണ്. വചനമയച്ച് അത്ഭുത രോഗശാന്തികൾ നമ്മുടെ മധ്യേ കർത്താവ് പകരുന്ന സമയം, സ്വർഗത്തിന്റെ അത്ഭുത ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന സമയം, ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, സുഖപ്പെടുത്തുന്ന ദൈവമേ, വചനമയച്ച് ഞങ്ങളെ സൗഖ്യമാക്കണമേ, വചനമയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വചനമയച്ച് ഞങ്ങളെ വിടുവിക്കണമേ. ദൈവവചനത്തിന്റെ ശക്തിയാൽ ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ട്യൂമർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, വചനത്തിന്റെ ശക്തിയാൽ ലിവർ സിറോസിസ് രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ഹൃദ്രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ, അലർജി രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാൽ സകല രോഗപീഠകളും നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ കൂട്ടായ്മകളിലേക്ക്, ഞങ്ങളുടെ തലമുറകളിലേക്ക്, ഞങ്ങളുടെ സമർപ്പിത സമൂഹങ്ങളിലേക്ക് വചനമയക്കണമേ, വചനമയക്കണമേ. വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ ഡെലിവറൻസുകൾ ഉണ്ടാകട്ടെ, ഹീലിംഗ്സ് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ജീവൻ നൽകുന്ന വചനം, അനുഗ്രഹിക്കുന്ന വചനം, സുഖപ്പെടുത്തുന്ന വചനം, വിശുദ്ധീകരിക്കുന്ന വചനം പതിനായിരങ്ങളിൽ തീ പോലെ കത്തട്ടെ. അനുഗ്രഹിച്ചതിനായിട്ട് അഭിഷേകം ചെയ്തതിനായിട്ട് നന്ദി. ഒരു നിമിഷം വലതുകരം സ്വന്തം ശിരസിൽ വെച്ച് കർത്താവ് തരുന്ന സൗഖ്യം സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ വിശ്വാസത്തോട് ഒരിക്കൽ കൂടെ വിളിക്കട്ടെ. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, അവിടുത്തെ സൗഖ്യദായകമായ സ്പർശം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. കർത്താവ്, ഞങ്ങളുടെ കരുണ കാണിക്കണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്ന്, ഞങ്ങൾ അനുഭവിക്കുന്ന രോഗപീഠകളിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ. കർത്താവെ, സകല രോഗാണുക്കളെയും സാന്നിധ്യത്തിന്റെ തീയിൽ
കരിച്ചു കളയണമേ. ഹല്ലേലൂയ. Bless, bless Lord. യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തോട് ചേർന്ന് തിരുസഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കരുണ കാണിച്ചതിനായി, ഞങ്ങളെ സുഖപ്പെടുത്തിയതിനായി, വചനമയച്ച് ഞങ്ങളെ ശക്തീകരിച്ച സ്നേഹത്തിനായി നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നൽകിയ ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. വചനം നമ്മെ സുഖപ്പെടുത്തുന്നു. നമുക്ക് വലിയ സന്തോഷത്തോടെ കർത്താവ് ഇന്ന് നൽകിയ ഈ ആലോചന സ്വന്തമാക്കി സൗഖ്യത്തിൻ്റെയും കൃപയുടെയും ജീവിതത്തിനായി നമുക്ക് ആഗ്രഹിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്നാരാധിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന ഒരു സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയുടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു. വചനം നമ്മെ സുഖപ്പെടുത്തുന്നു. ദൈവവചനത്തിന്റെ അത്ഭുത ശക്തിയാൽ ആയിരങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ് ഈ സമയം. കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലൊക്കെ രോഗികളായി കിടക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സൗഖ്യദായകമായ ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും ഒഴുകപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നാമം വിളിച്ചു പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമം സുഖപ്പെടുത്തുന്ന നാമമാണ്. യേശുവിന്റെ നാമം വിമോചിപ്പിക്കുന്ന നാമമാണ്. ആ നാമത്തിന് അത്ഭുത ശക്തി മനസ്സിലാക്കി ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി യേശു നാമശക്തിയാല്, യേശു വചന ശക്തിയാല് അത്ഭുത രോഗശാന്തികള്, അത്ഭുത അടയാളങ്ങള്, അത്ഭുത ഡെലിവറൻസുകള് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മൾ അനുഭവിക്കുന്ന രോഗപീഠകളിലെല്ലാം ശക്തിയോടെ വെളിപ്പെടുവാൻ നമ്മൾ വിശ്വാസത്തോടെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, സൗഖ്യമായേക്കണമേ, സൗഖ്യമായേക്കണമേ. അനേകം രോഗികൾ കടന്ന് സുഖപ്പെടുന്ന സമയം പലവിധ രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന സകലരും പ്രത്യാശയോടെ യേശുനാമം വിളിക്കട്ടെ. യേശുവേ, 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 സൗഖ്യമാക്കണമേ. സൗഖ്യശക്തി വ്യാപരിക്കട്ടെ, സൗഖ്യശക്തി വ്യാപരിക്കട്ടെ. എല്ലാ രോഗാണുക്കളും യേശു വചനത്തിന്റെ ശക്തിയ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് നൽകുന്ന സൗഖ്യത്തിനായി, അങ്ങ് പകരുന്ന വിമോചനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് സാക്ഷിയായില്ലെങ്കിൽ പ്രതിയാകും. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ